റൗണ്ടപ്പിലേക്ക് ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ വിചിത്ര ന്യായീകരണവുമായി സംസ്ഥാന ബിജെപി. നിലവിളിച്ചിട്ട് കാര്യമില്ലെന്ന് സുരേഷ് ഗോപി. പിന്നാക്ക സംസ്ഥാനമായി പ്രഖ്യാപിച്ചാൽ സഹായം നൽകാമെന്ന ജോർജ് കുര്യന്റെ പ്രസ്താവനയിൽ വ്യാപക പ്രതിഷേധം. കേരളത്തെ ദരിദ്രമാക്കണമെന്നാണ് ഇക്കൂട്ടർ ആലോചിക്കുന്നതെന്ന് CPM. സൗകര്യമില്ല. അദ്ദേഹം സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാണ്. ജോർജ് കുര്യന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് VD സതീശൻ. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ബലാത്സംഗ കേസിൽ മുകേഷ് MLAക്കെതിരെ കുറ്റപത്രം. ആലുവ സ്വദേശിയുടെ പരാതിയിൽ ഡിജിറ്റൽ തെളിവുകളുണ്ടെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. മുകേഷ് MLAയായി തുടരരുതെന്ന് പരാതിക്കാരി. കോടതി തീരുമാനം വരട്ടെ എന്ന് MP ഗോവിന്ദൻ. MLA സ്ഥാനത്ത് തുടരും. മണിയൻപിള്ള രാജുവിനെതിരെയും കുറ്റപത്രം സമർപ്പിച്ചു. കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ BJP സ്വാധീനം കൂടിയെന്ന് CPM. സ്വാധീന മേഖലകളിൽ ഇതുവരെയില്ലാത്ത വോട്ട് ചോർച്ചയെന്ന് ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട്. സ്വർണ്ണക്കടത്ത് ആരോപണത്തിലെ P ജയരാജന്റെ സമൂഹമാധ്യമ പോര് പ്രതികളെ പിന്തുണയ്ക്കുന്നെന്ന തോന്നലുണ്ടാക്കിയെന്ന് പൊതുചർച്ചയിൽ പ്രതിനിധികൾ. നവീനെതിരായ PP ദിവ്യയുടെ പ്രസംഗം ന്യായീകരിക്കാനാകാത്തതെന്നും വിമർശനം. വീണ്ടും വിവാദ പരാമർശവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഉന്നത കുലജാതർ ആദിവാസി വിഭാഗ വകുപ്പ് ചുമതലയിൽ വരണമെന്ന് പ്രഖ്യാപനം. ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ട്രൈബൽ മന്ത്രിയാകണമെന്നത് തന്റെ ആഗ്രഹമാണെന്നും സുരേഷ് ഗോപി. ആദിവാസികളോടുള്ള വംശീയ അവഹേളനമെന്ന് CK ജാനു. മന്ത്രിമാറ്റം നടക്കാത്തതിലെ അതൃപ്തി പരസ്യമാക്കി NCP അധ്യക്ഷൻ PC ചാക്കോ. നേതൃയോഗത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന സംഭാഷണം മീഡിയ വണ്ണിന്. എനിക്ക് പലതും പറയാമായിരുന്നു. എനിക്ക് പത്രസമ്മേളനത്തിൽ പറയാം, എനിക്ക് ഇടതുപക്ഷ മുന്നണിയിൽ കാര്യം ഉന്നയിക്കാം, നല്ല പബ്ലിസിറ്റി കിട്ടും. എനിക്ക് നല്ല മുറിക്ക് കൊള്ളുന്ന പോലെ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിച്ചാൽ അല്ലെങ്കിൽ കൊള്ളുന്ന അമ്പുകൾ പോലെ. ജനാധിപത്യ കീഴ്വഴക്കങ്ങൾ എന്തെന്ന ചാക്കോയുടെ ചോദ്യം. ഘടകകക്ഷികളുടെ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്ത രീതിക്കും വിമർശനം. ഫസ്റ്റ് ഓൺ മീഡിയ വൺ. ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീതു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിൽ. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് ശ്രീതു ലക്ഷങ്ങൾ തട്ടിയെന്ന് കേസ്. കുഞ്ഞിനെ കൊന്ന പ്രതി ഹരികുമാറിനെ അന്വേഷണ സംഘം നാളെ കസ്റ്റഡിയിൽ വാങ്ങും. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകൾ പൊളിച്ചു പോലീസ്. കവരത്തിയിലെ ബോട്ട് ഷെഡുകളും പൊളിച്ചു നീക്കി. പകരം സംവിധാനം ഏർപ്പെടുത്തിയില്ല. അന്യായമെന്ന് MP മീഡിയ വണ്ണിനോട്. കവരത്തിയിൽ പ്രതിഷേധം. ദേശീയ ഗെയിംസിൽ കൂടുതൽ സ്വർണം ലക്ഷ്യമിട്ട് കേരളം. നീന്തലിൽ പ്രതീക്ഷയുമായി സജൻ പ്രകാശ്. ഇന്ത്യ ഇംഗ്ലണ്ട് T20 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. അണ്ടർ-19 വനിതാ 2020 ഫൈനലിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി ആർസണൽ പോര്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെ ന്യായീകരിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവനയിൽ പ്രതിഷേധം ശക്തമാകുന്നു. കേരളത്തെ ദരിദ്രമാക്കണമെന്നാണ് കേന്ദ്രമന്ത്രിമാർ ആഗ്രഹിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു. കേരളത്തെ അപമാനിച്ച ജോർജ് കുര്യന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരളം നിലവിളിക്കുകയല്ല, കിട്ടുന്ന പണം ചെലവാക്കുകയാണ് വേണ്ടതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ന്യായീകരിച്ചു. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ അത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കല്ല, ഗവൺമെൻറ് അല്ലല്ലോ. ജോർജ് കുര്യന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് LDF UDF നേതാക്കന്മാർ ഒരുമിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ കേരളത്തെ പൂർണ്ണമായിട്ടും ദരിദ്രമാക്കുക എന്നുള്ള നിലപാടാണ് കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഗവൺമെൻറ് ആകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോർജ് കുര്യന്റെ സ്റ്റേറ്റ്മെന്റ് ആ രീതിയിൽ കണ്ടാൽ മതി. കേരളത്തെ അപമാനിച്ച ജോർജ് കുര്യന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രസ്താവന പിൻവലിച്ച് ജോർജ് കുര്യൻ മാപ്പ് പറയണം. സംസ്ഥാനത്തിന് ആവശ്യമായത് നേടിയെടുക്കാനുള്ള ആർജവമോ ഇച്ഛാശക്തിയോ
കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനോ സുരേഷ് ഗോപിക്കോ ഇല്ലെന്നും പ്രധാനമന്ത്രിയുടെ താളത്തിന് തുള്ളുന്ന കളിപ്പാവയായി കേന്ദ്രമന്ത്രിമാർ അധപ്പതിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പദവി മറന്നുള്ള പ്രതികരണമാണ് ജോർജ് കുര്യന്റേതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഒരു ജനാധിപത്യ രാജ്യത്ത് പറയാൻ ജനപ്രതിനിധികൾ പാടുള്ള കാര്യമാണോ ഇത്? രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പ് കൊടുക്കുന്ന ഫെഡറലിസത്തെക്കുറിച്ച് എന്ത് വിശ്വാസമാണ് ജനങ്ങൾക്ക് നിലനിർത്താനാവുക? കേരളത്തെ അവഹേളിക്കുന്ന നിലപാടാണ് ജോർജ് കുര്യന്റേതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. കേരളം നിലവിളിക്കുകയല്ല, കിട്ടുന്നത് ചെലവാക്കുകയാണ് വേണ്ടതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഒരു കോർപ്പസ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം നിലവിളിക്കുകയല്ല വേണ്ടത്, ആത്മാർത്ഥമായി കിട്ടുന്ന ഫണ്ട് വകമാറ്റി ചെലവാക്കി ട്രൈബലിന്റെ കാര്യം ഇവിടെ ശ്രീ ടോം വടക്കൻ പറഞ്ഞു. കേന്ദ്രത്തിന് മുന്നിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കാനില്ലെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ജോർജ് കുര്യനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് A റഹീം MPയും പ്രതികരിച്ചു. കേന്ദ്രമന്ത്രിയുടെ പരാമർശം കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പിച്ചച്ചട്ടി നീട്ടുന്നത് പോലെ കേന്ദ്രത്തിന്റെ മുന്നിൽ നിൽക്കാൻ സൗകര്യമില്ല. ജോർജ് കുര്യന് കേരളത്തിനോട് ഒരു പ്രതിബദ്ധതയുമില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിമർശിച്ചു. മീഡിയ 1 തിരുവനന്തപുരം. മീഡിയ 1 എക്സ്ക്ലൂസീവ്. മുകേഷിന് കുരുക്ക്. മുകേഷ് MLA-ക്കെതിരായ ബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. MLA-ക്കെതിരെ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും അടക്കം ലഭിച്ചിട്ടുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കോടതി തീരുമാനം വരട്ടെ എന്നായിരുന്നു CPM-ന്റെ പ്രതികരണം. താരസംഘടനയായ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് 2010 മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നായിരുന്നു ആലുവ സ്വദേശിയായ നടിയുടെ പരാതി. മുകേഷ് MLA-ക്കെതിരെ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത പീഡനക്കേസിലാണ് 4 മാസങ്ങൾക്കിപ്പുറം AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. മുകേഷ് പരാതിക്കാരിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ SIT ശേഖരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഇരുവരും യാത്ര ചെയ്തതിന്റെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചതായും കുറ്റപത്രത്തിലുണ്ട്. പീഡനത്തിന് പുറമെ ലൈംഗിക അതിക്രമ വകുപ്പും മുകേഷിനെതിരെ ചുമത്തിയിട്ടുണ്ട്. കോടതി തീരുമാനം വരട്ടെയെന്നും മുകേഷ് MLA സ്ഥാനത്ത് തുടരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. അതിന് നമുക്ക് കുഴപ്പം ഒരാൾ പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് കോടതിയല്ലേ കൈകാര്യം ചെയ്യുക. കോടതി കൈകാര്യം അതേ ആർക്കെതിരായിട്ടും കോടതിയല്ലേ കൈകാര്യം ചെയ്യേണ്ടത്. കോടതി കൈകാര്യം ചെയ്ത് വരട്ടെ. ഞങ്ങൾ മുമ്പേ പറഞ്ഞില്ലേ, കോടതിയുടെ നിലപാട് സ്വീകരിക്കട്ടെ, അപ്പോൾ നമുക്കറിയാം. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നും ഒരു നിമിഷം പോലും സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്നും കോൺഗ്രസ് വക്താവ് ജ്യോതികുമാർ ചാമക്കാല. MLA സംബന്ധിച്ച് MLA കുറ്റക്കാരനാണ് എന്ന് ഇടതുപക്ഷ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വകുപ്പ് തന്നെ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹത ഉണ്ടെന്ന് ആരും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അർഹതയില്ല എന്ന കാര്യത്തിൽ തർക്കവുമില്ല. മീഡിയ 1 കൊച്ചി. മുകേഷ് MLA-ആയി തുടരുന്നത് ശരിയല്ലെന്ന പരാതിക്കാരിയായ നടി പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി ഇടപെട്ടുവെന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പരാതിക്കാരി പ്രതികരിച്ചു. അവരെല്ലാം എൻ്റെ ഇമെയിലിൽ നിന്നും വാട്സപ്പ് ചാറ്റിൽ നിന്നും പലതും അവർ എടുത്തിട്ടുണ്ട്. എല്ലാ തെളിവുകളും കിട്ടി. പക്ഷേ എനിക്ക് അദ്ദേഹം ഒരു MLA ആയതുകൊണ്ട് ഒരിക്കലും എനിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അത് ചിലപ്പം ഇൻഫ്ലുവൻസ് കാരണം അത് അങ്ങനെ അങ്ങ് പോകും. പിന്നെ എല്ലാവരും കമൻസൊക്കെ ഇടുന്നുണ്ടല്ലോ, ചുമ്മാ അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോൾ എനിക്ക് വളരെ ഈ അവസരത്തിൽ SIT-യോടും ഗവൺമെൻറ്റിനോടും ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുക. ലൈംഗികാതിക്രമ കേസിൽ നടൻ മണിയൻ പിള്ള രാജുവിനെതിരെ കുറ്റപത്രം. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. ഡാ തടിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു ആലുവ സ്വദേശിയായ നടിയുടെ പരാതി. ഈ പരാതിയിൽ ഫോർട്ട് കൊച്ചി പോലീസാണ് മണിയൻ പിള്ള രാജുവിനെതിരെ IPC 384 പ്രകാരം കേസെടുത്തത്. നടനെതിരെ സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും കുറ്റപത്രത്തിലുണ്ട്. ഉന്നത കുലജാതർ ഗോത്രവകുപ്പിന്റെ ചുമതലയിൽ വരണമെന്ന വിവാദ പരാമർശവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഗോത്രവിഭാഗങ്ങളുടെ കാര്യം ബ്രാഹ്മണനോ നായിഡുവോ നോക്കട്ടെ, ഒരു ട്രൈബൽ മന്ത്രിയാകണമെന്നത് തന്റെ ആഗ്രഹമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഞാൻ 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരും. അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ്, ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ
മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതി, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവര് നോക്കട്ടെ. അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, ഏത് വേദിയിലാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവനയുണ്ടായത്? വിവാദ പരാമർശം വലിയ ചർച്ചയായി കഴിഞ്ഞു. ദിവ്യ, ഡൽഹിയിൽ BJPയുടെ പ്രചാരണ വേളയിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഇത്തരത്തിലുള്ള ഒരു വിവാദ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. സുരേഷ് ഗോപി പറയുന്നത് ആദിവാസി വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി ഒരു ഉന്നത കുലജാതൻ ഈ വകുപ്പിന്റെ ചുമതലയിലേക്ക് എത്തണമെന്ന്. BJP നേതാവ്, ഒഡീഷയിൽ നിന്നുള്ള BJP നേതാവായ ജുവൽ ഒറമാണ് ഇപ്പോൾ ഗോത്ര വിഭാഗത്തിന്റെ ചുമതലയിലുള്ളത്. പ്രധാനമായും സുരേഷ് ഗോപി ഇതിന് പുറമെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മുന്നോക്ക വിഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു ഉന്നത കുലജാതൻ ഈ വകുപ്പിന്റെ ചുമതലയിലേക്ക് എത്തിയാൽ കൂടുതൽ ഉന്നമനം ഇവർക്കുണ്ടാകുമെന്നാണ്. പക്ഷേ ഈ വകുപ്പിന്റെ തന്നെ ഉദ്ദേശശുദ്ധിയെ മാറ്റിമറിക്കുന്നതാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന. ആ വിഭാഗക്കാർ, ഗോത്ര വിഭാഗക്കാർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് രാജ്യത്ത്. ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രശ്നങ്ങൾ അനുഭവിച്ച ഒരാൾ തന്നെ ഈ വകുപ്പിന്റെ ചുമതലയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു ഉന്നത കുലജാതൻ എങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഉയരുന്നത്. ഇതുകൂടാതെ തന്നെ തനിക്ക് ഈ വകുപ്പിന്റെ ചുമതലയിലേക്ക് എത്തണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ രാജ്യത്ത് നിരവധി ചട്ടങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്, ചിട്ടവട്ടങ്ങളുണ്ട്. അതിൽ പ്രധാനമായും ഒരു ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ മാത്രമായിരിക്കും ഈ വകുപ്പിന്റെ ചുമതലയിലേക്ക് വരിക എന്നതാണ് സുരേഷ് ഗോപി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ഉയരുകയാണ്. വംശീയമായ വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെന്നും ഇപ്പോൾ പല കോണിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ സുരേഷ് ഗോപി പറയുന്നത് മുന്നോക്ക വിഭാഗക്കാരുടെ ചുമതലയിലേക്ക് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ വരട്ടതെന്നാണ്. പക്ഷേ അത്തരം ഒരു വകുപ്പോ അല്ലെങ്കിൽ അത്തരം ഒരു വകുപ്പോ ഇപ്പോൾ നിലവില്ല. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ പ്രസ്താവന തീർത്തും ഇത്തരത്തിൽ തെറ്റാണെന്ന് തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം ഇപ്പോൾ വിവിധ കോണിൽ നിന്ന് ആദിവാസി വിഭാഗത്തിന്റെ ചുമതല ഉന്നത കുലജാതർക്ക് നൽകണമെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയാണ് വിവാദമാകുന്നത്. ഗോത്ര വകുപ്പിന്റെ ചുമതല ഉന്നത കുലജാതർക്ക് നൽകണമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിനെതിരെ ആദിവാസി നേതാവ് CK ജാനു. സുരേഷ് ഗോപിയുടെ പരാമർശം വംശീയ അധിക്ഷേപമാണെന്ന് CK ജാനു മീഡിയ വണിനോട് പറഞ്ഞു. ഈ ഒരു വാക്ക് പറഞ്ഞത് എന്താ വളരെ പരന്താണ ഒരു വാക്കായി പോയി എന്ന് തന്നെയാണ് ഞാനൊക്കെ അതിനെ തിരിച്ചറിയുന്നത്. ഇത്തരം ഒരു വിവാദം കൂടി പറയുന്നത് അത് ആദിവാസികളെ വംശീയമായിട്ട് തന്നെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് ശരിക്കും നടന്നിരിക്കുന്നത്. കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ BJP സ്വാധീനമുറപ്പിക്കുന്നതായി CPM ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശം. ADM നവീൻ ബാബുവിനെതിരായ PP ദിവ്യയുടെ പ്രസംഗം ന്യായീകരിക്കാനാകാത്തതാണെന്നും റിപ്പോർട്ടിലുണ്ട്. സ്വർണ്ണക്കടത്ത് ആരോപണത്തിലെ P ജയരാജന്റെ സമൂഹമാധ്യമ പോര് പ്രതികളെ പിന്തുണയ്ക്കുന്നുവെന്ന തോന്നലുണ്ടാക്കിയെന്ന് പൊതുചർച്ചയിൽ വിമർശനമുയർന്നു. കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇതുവരെയില്ലാത്ത വോട്ട് ചോർച്ചയെന്നാണ് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. വിവിധയിടങ്ങളിൽ BJPയുടെ സാന്നിധ്യം ശക്തിപ്പെടുന്നു. താഴെത്തട്ടിൽ അണികളും നേതാക്കളും തമ്മിൽ അകലം വർദ്ധിക്കുന്നത് തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നേതാക്കളുടെ അപക്വമായ പെരുമാറ്റവും പ്രതികരണങ്ങളും പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി. വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മലയോരത്തെ പാർട്ടി അണികൾക്കിടയിൽ അതൃപ്തിയെന്നും ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തൽ. ADM നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിലെ PP ദിവ്യയുടെ പരാമർശങ്ങൾ ന്യായീകരിക്കാനാവാത്ത തെറ്റെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ദിവ്യയെ അനുകൂലിച്ചും വിമർശിച്ചും പൊതുചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ നിലപാടെടുത്തു. വിവാദങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായി. ദിവ്യയുടേത് അപക്വമായ പെരുമാറ്റമെന്നും വിമർശനം. ദിവ്യ സ്വയം അധികാര കേന്ദ്രമായി മാറാൻ ശ്രമിച്ചുവെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. അതേസമയം ദിവ്യക്കെതിരായ നടപടി മാധ്യമ വിചാരണയ്ക്ക് വഴങ്ങിയെന്ന തോന്നലുണ്ടാക്കിയെന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വിഷയത്തിൽ അനാവശ്യമായ സമ്മർദ്ദമുണ്ടാക്കിയെന്നും പാപ്പനശ്ശേരി ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കടത്ത് ആരോപണത്തിലെ P ജയരാജന്റെ സമൂഹമാധ്യമ പോര് പ്രതികളെ പിന്തുണയ്ക്കുന്നുവെന്ന തോന്നലുണ്ടാക്കിയെന്നും പൊതുചർച്ചയിൽ വിമർശനമുയർന്നു. സ്വർണ്ണക്കടത്ത് ആരോപണത്തിലെ പ്രതികളെ P ജയരാജൻ ന്യായീകരിച്ചുവെന്ന തോന്നൽ പൊതുസമൂഹത്തിൽ ഉയർന്നാൽ തെറ്റു പറയാനാവില്ലെന്നും വിമർശനം. ഉച്ചയ്ക്ക് ശേഷം പൊതുചർച്ചയ്ക്ക് ജില്ലാ സംസ്ഥാന സെക്രട്ടറിമാർ മറുപടി നൽകും. മീഡിയ 1 കണ്ണൂർ.
മന്ത്രിമാറ്റം നടക്കാത്തതിൽ എൻസിപി സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ അതൃപ്തി പ്രകടിപ്പിക്കുന്ന സംഭാഷണം പുറത്ത്. മന്ത്രിയെ മാറ്റണമെന്ന തീരുമാനം അറിയിച്ചെങ്കിലും നിർബന്ധം പിടിക്കരുത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഘടകകക്ഷികളോടുള്ള കീഴ്വഴക്കങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് തനിക്ക് പറയാമായിരുന്നു. മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി പറഞ്ഞായിരുന്നെങ്കിൽ വലിയ പബ്ലിസിറ്റി കിട്ടിയേനെയെന്നും PC ചാക്കോയുടെ സംഭാഷണത്തിലുണ്ട്. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി കുട്ടനാട് MLA തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള തീരുമാനം NCP ദേശീയ നേതൃത്വമാണ് എടുത്തത്. PC ചാക്കോ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് ഇക്കാര്യം അറിയിച്ചെങ്കിലും LDF MLA-മാരെ കൂറുമാറ്റാൻ ശ്രമിച്ചെന്ന ആരോപണം നേരിട്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ശരത് പവാറിൽ നിന്ന് കത്ത് വാങ്ങി വീണ്ടും നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ടു. PC ചാക്കോയും തോമസ് കെ തോമസും AK ശശീന്ദ്രനുമാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. എന്നാൽ മുഖ്യമന്ത്രി മന്ത്രിമാറ്റത്തിന് വഴങ്ങിയില്ലെന്നും അത് ഘടകകക്ഷികളോടുള്ള കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്നുമുള്ള അതൃപ്തി കഴിഞ്ഞ മാസം 27-ന് തിരുവനന്തപുരത്ത് നടന്ന നേതൃയോഗത്തിൽ PC ചാക്കോ പങ്കുവെക്കുന്നതാണ് ശബ്ദരേഖ. എനിക്ക് പലതും പറയാമായിരുന്നു. എനിക്ക് പത്രസമ്മേളനത്തിൽ പറയാം. എനിക്ക് ഇടതുപക്ഷ മുന്നണിയിൽ കാര്യം ഉന്നയിക്കാം. നല്ല പബ്ലിസിറ്റി കിട്ടും. എനിക്ക് നല്ല മുറിക്ക് കൊള്ളുന്ന പോലെ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിച്ചാൽ അല്ലെങ്കിൽ കൊള്ളുന്ന അമ്പുകൾ പോലെ. യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വന്നതിൽ PC ചാക്കോയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് വിവരം. മീഡിയ 1 തിരുവനന്തപുരം. മലപ്പുറം എളങ്കൂരിലെ യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവിനെതിരെ മരിച്ച വിഷ്ണുജിയുടെ കുടുംബം. മകളെ സൗന്ദര്യമില്ലെന്ന് പറഞ്ഞും സ്ത്രീധനത്തിന്റെ പേരിലും ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്ന് അച്ഛൻ വാസുദേവൻ ആരോപിച്ചു. കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവ് പ്രഭിനെ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സൗന്ദര്യമില്ലെന്നാരോപിച്ച് നിരന്തരം അവഹേളിച്ചു. സ്ത്രീധനം കിട്ടിയത് കുറവെന്ന് പറഞ്ഞ് മാനസികമായി പീഡിപ്പിച്ചു. ജോലിയില്ലാത്തതിന് ആക്ഷേപം ചുരിഞ്ഞു. ഇങ്ങനെ നീളുന്നു ഭർത്താവിനെതിരായ മരിച്ച വിഷ്ണുജയുടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ. ജോലിയില്ല, പിന്നെ ഇവർക്ക് സൗന്ദര്യമില്ല, ഇവള് തടിയില്ല, പറഞ്ഞ് ഇവന്റെ ബൈക്കും കൂടി കയറ്റി കൊണ്ടുപോകില്ല. കുടുംബത്തിന്റെ പരാതിയിൽ മഞ്ചേരി പോലീസ് ഭർത്താവ് പ്രഭിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മലപ്പുറം എളങ്കൂരിലെ ഭർത്തുവീട്ടിൽ 25-കാരിയായ വിഷ്ണുജ ആത്മഹത്യ ചെയ്തത്. 2023 മെയ്യിലായിരുന്നു പൂക്കോട്ടുപാടം സ്വദേശിനി വിഷ്ണുജയും പ്രഭിനും തമ്മിലുള്ള വിവാഹം. മീഡിയ 1 മലപ്പുറം. ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മ ശ്രീതു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിൽ. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിലാണ് കേസ്. കൊലക്കേസിൽ ഹരികുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. 4ാം ദിനവും ബാലരാമപുരം കൊലക്കേസിൽ ദുരൂഹത തുടരുകയാണ്. ദേവസ്വം ബോർഡിലെ ജീവനക്കാരി എന്നായിരുന്നു കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മ ശ്രീതു നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്താണ് പലരിൽ നിന്നായി പണം തട്ടിയത്. പല തവണകളായി 10 ലക്ഷം രൂപ തട്ടിയെന്നാണ് ബാലരാമപുരം സ്വദേശിയുടെ പരാതി. വിശ്വാസവഞ്ചന, സാമ്പത്തിക തട്ടിപ്പ്, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകളാണ് ശ്രീതുവിനെതിരെ ചുമത്തിയത്. 7 പേർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. തട്ടിപ്പിൽ ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. നേരത്തെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച കരിക്കകം സ്വദേശിയായ ജോത്സ്യൻ ദേവിദാസന് ഈ ഇടപാടുകളിൽ പങ്കുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കൊലക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഹരികുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. അടിക്കടി ഇയാൾ മൊഴി മാറ്റിയതും മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതും പോലീസിനെ കുഴപ്പിച്ചിരുന്നു. ചോദ്യം ചെയ്യലിനായി മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടും. മീഡിയ 1 തിരുവനന്തപുരം. ഹൈക്കോടതി വിധിയെ വെല്ലുവിളിച്ച് ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകളും മീനുണക്കാനുള്ള സംവിധാനങ്ങളും പൊളിച്ചുമാറ്റിയ അധികൃതർ. തലസ്ഥാനമായ കവരത്തിയിലാണ് പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരുമെത്തി ഷെഡുകൾ പൊളിച്ചുമാറ്റിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് പകരം സംവിധാനമൊരുക്കണമെന്ന് ലക്ഷദ്വീപ് MP ഹംദുള്ള സയ്യിദ് ആവശ്യപ്പെട്ടു. തലസ്ഥാനമായ കവരത്തിയിൽ പടിഞ്ഞാറെ ജെട്ടിക്ക് സമീപമുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകളാണ് അധികൃതർ പൊളിച്ചുമാറ്റിയത്. കാലങ്ങളായി മാസ്മീൻ ഉണക്കാനായി ഉപയോഗിച്ചു വരുന്ന താൽക്കാലിക സംവിധാനങ്ങളും പൊളിച്ചു നീക്കി. തീരത്തെ ബോട്ട് റിപ്പയറിംഗ് ഷെഡുകളും പൊളിച്ചു നീക്കിയവയിൽപ്പെടും. പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും എത്തിയാണ് മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാക്കിയ സംവിധാനങ്ങൾ ബലം പ്രയോഗിച്ചു നീക്കിയത്. മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകൾ പൊളിക്കുന്നതിനെതിരെ നേരത്തെ കേരള ഹൈക്കോടതി വിധിയുള്ളതാണ്. പകരം സംവിധാനമൊരുക്കാതെ ഇത്തരം നടപടികൾ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവിനെ വെല്ലുവിളിച്ചാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയുള്ള ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ അതിക്രമം. ശക്തമായിട്ട് ലക്ഷദ്വീപ് MP എന്ന നിലയ്ക്ക് ഞാൻ പ്രതിഷേധിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാവിധ കോപ്പറേഷനും അതുപോലെ തന്നെ പിന്തുണയും എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അഡ്മിനിസ്ട്രേഷൻ നടപടിക്കെതിരെ പ്രതിഷേധിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷദ്വീപ് MP ഹംദുള്ള സയ്യിദ് പിന്തുണ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സുരേഷ് ഗോപിയുടെ വിവാദ പ്രസ്താവനയിൽ MP K രാധാകൃഷ്ണൻ പ്രതികരിക്കുകയാണ്. അതിലേക്ക് നിശ്ചയിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് എപ്പോഴും ഈ ഉന്നത കൊല യാതൊന്നും പറഞ്ഞ് നടക്കലാണ് പണി. പിന്നെ കരഞ്ഞു നടക്കുന്നതല്ല കേരളം.
കേരളത്തിന് അർഹതപ്പെട്ട കിട്ടണമെന്ന് പറയുമ്പോൾ അതിനോട് യോജിച്ച് നിൽക്കാതെ കേരളത്തെ തകർക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് സുരേഷ് ഗോപി സ്വീകരിക്കുന്നത്. അതും ഉന്നതകുല ജാഥന്റെ മനസ്സിൽ നിന്ന് വരുന്ന കമന്റാണ്. ഇന്നലെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ അല്ല, മൊത്തത്തിൽ കേന്ദ്രത്തിന്റെ ഒരു സമീപനം അതാണ്. കേരളം എല്ലാ രംഗത്തും മുന്നേറിയെന്ന് അവർ തന്നെ ഇറക്കിയ കേന്ദ്ര ഗവൺമെന്റ് ഇറക്കിയ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. ആ സർവേ റിപ്പോർട്ട് അനുസരിച്ച് കേരളം എല്ലാ സ്ഥാനങ്ങളിലും 1ാം സ്ഥാനത്ത് വരികയാണ്. അങ്ങനെ വരുന്ന കേരളത്തെ എങ്ങനെ തകർക്കണം എന്നുള്ള ഗൂഢാലോചനയാണ് ഇവരിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമീപനം സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശത്തിലാണ് പ്രതികരണം. മറ്റു വാർത്തയിലേക്ക്. സൗദി ജയിലിൽ വധശിക്ഷയിൽ നിന്ന് മോചനം കാത്തിരിക്കുന്ന അബ്ദുൾ റഹീമിന്റെ കേസ് പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചു. പുതിയ തീയതി കക്ഷികളെ അറിയിക്കും. പുതിയ ബെഞ്ചാണ് ഇന്ന് കേസ് പരിഗണിച്ചത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചുലകത്ത് അബ്ദുൾ റഹീം. വധശിക്ഷ റദ്ദാക്കിയെങ്കിലും മോചനകാര്യത്തിൽ ഭരണകൂടത്തിന്റെ നിലപാട് നിർണായകമാണ്. ഈ നടപടികൾ പൂർത്തിയാക്കാനുള്ള ഡിവിഷൻ ബെഞ്ച് സിറ്റിംഗാണ് ഇന്ന് നടക്കേണ്ടിയിരുന്നത്. രാവിലെ 8 മണിക്ക് കോടതി കേസ് പരിഗണിച്ചുവെങ്കിലും മാറ്റുകയായിരുന്നു. ഇത് 7ാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത്. 1.5 കോടി സൗദി റിയാൽ ദിയാദനം നൽകാനുള്ള ഒത്തുതീർപ്പിൽ കോടതി വധശിക്ഷ ഒഴിവാക്കിയിരുന്നു. എന്നാൽ പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ തീർപ്പുണ്ടാവാത്തതാണ് മോചനം വൈകുന്നത്. മീഡിയ 1 റിയാദ്. ഡീസോൺ കലോത്സവത്തിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെ KSUക്കാരെ ആംബുലൻസിൽ കയറ്റിയതിന് SIക്ക് സസ്പെൻഷൻ. തൃശൂർ ചേർപ്പ് ഇൻസ്പെക്ടർ KO പ്രദീപിനെതിരെയാണ് നടപടി. SFIക്കാർ വളഞ്ഞപ്പോൾ KSUക്കാരെ സ്ഥലത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചതാണ് ഇൻസ്പെക്ടർക്ക് വിനയായത്. ആംബുലൻസ് SFIക്കാർ പിന്നീട് ആക്രമിച്ചിരുന്നു. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഫണ്ട് വെട്ടിക്കുറച്ച നടപടിയിൽ സർക്കാരിനെതിരെ ലത്തീൻ സഭ. സർക്കാരിന്റെ നടപടി വിദ്യാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലാക്കുമെന്ന് സഭാ വക്താവ് ജോസഫ് ജൂഡ് പറഞ്ഞു. സാമ്പത്തിക നിയന്ത്രണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സർക്കാർ ദുർച്ചെലവുകൾ കുറയ്ക്കണമെന്നും ജോസഫ് ജൂഡ് മീഡിയ 1നോട് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ന്യൂനവിഭാഗത്തിനുള്ള സ്കോളർഷിപ്പ് സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചത് അംഗീകരിക്കാനാവില്ല എന്നാണ് ലത്തീൻ സഭയുടെ നിലപാട്. വരും വർഷങ്ങളിലും തുക കുറയ്ക്കുമോ എന്ന ആശങ്കയും സഭാവക്താവ് പങ്കുവയ്ക്കുന്നു. ഈ സ്കോളർഷിപ്പുകൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന സ്കോളർഷിപ്പുകളാണ്. അവയൊക്കെയാണ് ഇപ്പോൾ വളരെ ഏകദേശം ഒരു 50% വെട്ടിക്കുറച്ചിരിക്കുന്നത്. അത് പ്രതീക്ഷിച്ച് വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസം തുടരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ ഗുരുതരമായി ബാധിക്കും. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ദൂർത്ത് കുറയ്ക്കണം. സംസ്ഥാനത്തെ അടിസ്ഥാന വിഭാഗങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, നിസ്സഹായ മനുഷ്യരെ പ്രയാസത്തിലാക്കുന്ന നടപടികൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അടിസ്ഥാന ജനസമൂഹത്തെ ബാധിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ മാത്രം കടുത്ത സാമ്പത്തിക നിയന്ത്രണം കൊണ്ടുവരുന്നതിന് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനെയും ലത്തീൻ സഭ വിമർശിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു മന്ത്രിയുടെ തന്നെ പ്രസ്താവന ഉണ്ടായിരുന്നു, ഇതൊന്നും സർക്കാരിൻ്റെ ബാധ്യതയല്ല, ഞങ്ങൾ ഔദാര്യമായി നൽകുന്നതാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന ഉണ്ടായി. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചതിൽ സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച വാർത്ത മീഡിയ 1 ആണ് പുറത്തുവിട്ടത്. മീഡിയ 1 കൊച്ചി. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. എല്ലാവരും ബഹുമാനിക്കുന്ന ആളായതുകൊണ്ടും നായരായതുകൊണ്ടുമാണ് രമേശ് ചെന്നിത്തലയെ NSS ആസ്ഥാനത്തേക്ക് ക്ഷണിച്ചത്. NSS സമദൂരം തുടരും. എല്ലാ രാഷ്ട്രീയ നേതാക്കളും ബന്ധുക്കളാണെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. അണ്ടർ 19 വനിതാ T20 ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് 83 റൺസ് വിജയ ലക്ഷ്യം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 82 റൺസിന് ഓൾ ഔട്ടായി. ഇന്ത്യക്കായി ഗൊങ്കാടി തൃഷ 3ഉം ആയുഷി ശുക്ല, വൈഷ്ണവി ശർമ്മ, പരുണിക സിസോദിയ എന്നിവർ 2 വീതവും വിക്കറ്റ് നേടി. ഇന്ത്യ ഇംഗ്ലണ്ട് T20 പരമ്പരയിലെ 5ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. 3 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ഇരു ടീമുകളുടെയും പ്ലേയിംഗ് 11-ൽ സുപ്രധാന മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും നേർക്കുനേർ. ആഴ്സണൽ 2ാം സ്ഥാനത്തും മാഞ്ചസ്റ്റർ സിറ്റി 4ാമതുമാണ്. രാത്രി 10 മണിക്ക് ആഴ്സണലിന്റെ തട്ടകത്തിലാണ് മത്സരം. രാത്രി 7:30 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിസ്റ്റൽ പാലസിനെ നേരിടും. ടോട്ടനത്തിന് ബ്രെഡ്ഫോർഡാണ് എതിരാളി. ലാലിഗയിൽ ബാഴ്സലോണ ലാവസിനെ നേരിടും. വൈകിട്ട് 6:30 മത്സരം. നിലവിൽ 3ാം സ്ഥാനത്താണ് ബാഴ്സലോണ.
തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനിറങ്ങില്ലെന്ന് പത്മശ്രീ IM വിജയൻ. പക്ഷേ നേരിട്ട് MP ആകാൻ ക്ഷണം വന്നാൽ സ്വീകരിക്കും. സെവൻസ് ഫുട്ബോൾ മൈതാനങ്ങളിലെ കയ്യാങ്കളിക്കെതിരെയും IM വിജയൻ രംഗത്തെത്തി. മാസങ്ങൾക്കുള്ളിൽ പോലീസിൽ നിന്ന് വിരമിച്ചാൽ IM വിജയന്റെ മനസ്സിലുള്ള പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. IM വിജയനുമായി മഹേഷ് പോലൂർ സംസാരിക്കും. വളരെ മോശമുള്ള കാര്യമാണ്. ഒരിക്കലും കമ്മിറ്റി നല്ല സ്ട്രോങ് ആയ കാരണം ആ പേരിന് സസ്പെൻഷൻ കൊടുത്തു. അത് പക്ഷെ അത് ചെയ്യാൻ പാടില്ലല്ലോ. കളിക്കുമ്പോ ഫൗളൊക്കെ ഉണ്ടാവും. അപ്പോഴത്തെ അത് കഴിഞ്ഞ് നമ്മളെ കളിക്കുന്ന ഫൗളുണ്ടെ കളി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാണ്. നേരിട്ട് ഇടികൂടാൻ പോകുന്ന ബോക്സിങ്ങിന് പോയാൽ പോരെ. ഡയറക്റ്റ് തീർച്ചയായിട്ടും സ്വീകരിക്കും. അല്ലാണ്ട് ഇപ്പോ രാഷ്ട്രീയത്തിലെ ഇലക്ഷൻ സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,700 രൂപ, പവൻ 61,600 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 6,395 രൂപ, പവൻ 51,160 രൂപ. വെള്ളി ഗ്രാമിന് 101 രൂപ. ഫസ്റ്റ് റൗണ്ട് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസുമായി അനിഷ പവാർ ചേരും.